ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ധോനി ബേബിനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കിയിട്ടാട്ടോ ബാക്കിയുള്ള പണികളൊക്കെ ജോലിയിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങിയത്. അപ്പോഴത്തേനും അമ്മായി ചോറൊക്കെ അടുപ്പത്തിട്ടിരുന്നു, കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ തേങ്ങ ഇല്ല എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എവിടെന്നോ ചെറിയ അമ്മായിക്ക് വരുമ്പോൾ ഒരു കൊട്ടത്തേങ്ങ എന്തോ കിട്ടിയിട്ടോ. അപ്പോൾ പണി മാറ്റി വരുന്ന സമയത്ത് അപ്പോൾ ആ കൊട്ടത്തേങ്ങ അമ്മായി പൊട്ടിച്ചിട്ട് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മായി ഇത് അടുക്കളയിൽ നല്ല തകൃതിയായിട്ട് കൂട്ടാനും ചോറും ഒക്കെ വെക്കുകയാണ്. ഇന്ന് അത് കഴിഞ്ഞിട്ട് വേണം തിരുമ്പാനെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ അരച്ചു കൊടുത്ത് അതാ ഞാൻ തിരുമ്പാൻ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. തിരുമ്പാൻ ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സ്, പുല്ല് വെട്ടാൻ പോയപ്പോഴുള്ള ഡ്രസ്സും, പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ ഇട്ട ഡ്രസ്സും, കുട്ടിയുടെയും എൻ്റെയും അങ്ങനെ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. വീതിയൊക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് അലക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഉദിച്ച ആ വൈകുന്നേരം വെയിൽ പോകുന്നത് വരെയും സൂര്യനെ അസ്തമിക്കണത് വരെയും വെയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ നിന്നാലും വെയിൽ കൊള്ളാതെ അലക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടെ അലക്കും, പിന്നെ വരും കുറച്ച് തോരയിടും, അങ്ങനെയൊക്കെ കേട്ടോ. തളരുമ്പോഴേ വെയിൽ കൊണ്ട് തളരുമ്പോൾ അങ്ങനെ ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെയും രാശേട്ടൻ്റെയും മോളുടെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിടണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അത് വെയിലില്ലാത്തവിടത്തൊക്കെ കുറച്ച് കഴിഞ്ഞ് ഈ ഭാഗത്തുള്ള വെയിൽ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ മരത്തണൽ വരും. അപ്പം ആ ഡ്രസ്സൊക്കെ ഇവിടെ അലക്കിയിടാന്നൊക്കെ ചോദിച്ചാൽ അത് ഞാൻ പുറത്ത് തന്നെ ഇട്ടു. പിന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. കാറ്റ് എന്ന് പറഞ്ഞാലും പോലെ നല്ല കാറ്റാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് കടച്ചക്ക കൂട്ടാനും അതേപോലെ തന്നെ ഇടിച്ചക്ക കൂട്ടാനും ഇടിച്ചക്ക തോരനും. പിന്നെ അങ്ങനെ രാശേട്ടനെ വെയിറ്റ് ചെയ്യാറ്. രാശേട്ടൻ വരാത്തിരി വൈകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ധോനി ബേബി ഉറങ്ങിയ സമയത്ത് ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് അതൊക്കെ നടക്കുകയുള്ളൂ. അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നു. ഏട്ടൻ വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് കോഴിമുട്ട ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളി മുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാശേട്ടൻ വന്നു. അങ്ങനെ വേഗം കോഴിമുട്ടയൊക്കെ പൊരിച്ച് ഏട്ടന് ചോറ് വിളമ്പി വെച്ചിട്ടോ ചൂടാറാൻ. അപ്പോൾ ചൂടാറാൻ വെച്ചിട്ട് അതിന് ശേഷമാണ് കോഴിമുട്ടയൊക്കെ പൊരിച്ചത്. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ അത് രുചിയല്ലേ. പൊരിച്ച് വെച്ചാലും കോഴിമുട്ട ഉണ്ടെങ്കിൽ ഞാൻ പൊരിച്ച് വെക്കുകയൊന്നുമില്ല കേട്ടോ. ഏട്ടൻ വന്നിട്ടേ ഞാൻ പൊരിക്കുകയുള്ളൂ. അപ്പോൾ അത് ചൂടോടെ കഴിക്കാനല്ലേ രുചി എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ കോഴിമുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിമുട്ട പൊരിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്കും ചോറുണ്ണാണ് കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ചോറിനാൻ വേണ്ടിയിട്ട് എനിക്ക് ചോറ് വിളമ്പണം. ഞാൻ ചോറ് വിളമ്പി വെച്ചിട്ടൊന്നുമില്ല. ഏട്ടന് മാത്രം വന്നാൽ ആദ്യം ചോറ് വിളമ്പി വെച്ചിട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ കോഴിമുട്ടയൊക്കെ പൊരിച്ചു ഏട്ടന് കൊണ്ടുവന്ന് കൊടുത്ത്. അങ്ങനെ ഇനി ധോനി ബേബി എണീക്കുമ്പോഴത്തേനും എനിക്കും ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവളെ ഒന്ന് എണീറ്റു. അവൾക്ക് വന്നാൽ ഒരു ശബ്ദമൊന്നും കേൾക്കാനേ പാടില്ല കേട്ടോ. ഒരു ശബ്ദം എന്തെങ്കിലും കേൾക്കും, കുഞ്ഞൊരു ശബ്ദം കേട്ടാൽ മതി അവൾ എണീറ്റ് അമ്മ വിളിക്കും കേട്ടോ. അപ്പോൾ ഓടിച്ചെന്ന് ഒന്ന് കുറച്ച് നേരം ആട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഉറക്കം മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെ തന്നെ ഉറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നീച്ചു വരികയും ചെയ്യും. ചിലപ്പോൾ ആട്ടിയാലും ഉറങ്ങുകയില്ല. അപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് എടുക്കും. ഇപ്പോൾ ഉറക്കേ കുറവാട്ടോ. കുട്ടിക്ക് തീരെ ഉറക്കല്ല എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തീരെ ഉറക്കല്ല. അപ്പോൾ കളി നനവ് വന്നതുകൊണ്ടൊക്കെ ഇപ്പോൾ ഭയങ്കര വാശിയും. അതേപോലെ അവളെന്താ വിചാരിച്ചെങ്കിൽ അത് നടക്കണം. അപ്പോൾ അവളെ പുറത്തേക്ക് ഇപ്പോൾ അങ്ങനെ ഇറങ്ങി പൂട്ടോ വാതിൽ അടച്ചിടാറാണ് ഫുൾ ടൈം ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അവളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് ഇങ്ങനെ റോട്ടിക്ക് ഓടി പോവാട്ടോ. അതോ ചെരുപ്പൊന്നും ഇല്ലെങ്കിലും ശരി കേട്ടോ, അവൾ ആ കല്ലിൽ കൂടെ അങ്ങനെ ഇറങ്ങി ഓടും. അപ്പോൾ പുളിയൊക്കെ കഴിഞ്ഞ് കോഴിമുട്ടയൊക്കെ പൊരിച്ച് മുളക് പൊരിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ രാശേട്ടന് ഇതാ ചോറ് കൊടുക്കുകയാണ്. ഏട്ടനങ്ങനെ കഷ്ണമൊന്നും അങ്ങനെ കറിയത്തെ കഷ്ണങ്ങളൊന്നും അധികം കൂട്ടില്ല. ചാറ് മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ ചാറ് മാത്രം ഞാൻ മുക്കി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇനി കഷ്ണം ഇട്ടു എന്ന് പറയൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട അങ്ങനെ വേണ്ട പറഞ്ഞു. അതുപോലെ സൈഡിൽ കറി ഒഴിക്കാൻ ഇഷ്ടമല്ല, നടുവിൽ കറി ഒഴിക്കണം ചോറ് വിളമ്പിയാൽ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വിളമ്പി വെച്ചു. എനിക്ക് ചോറ് കഴിക്കാൻ വിളമ്പണം. അപ്പോൾ തലേ ദിവസം പപ്പടമൊക്കെ കാച്ചിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാശേട്ടൻ രാത്രി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാശേട്ടൻ്റെ പപ്പടം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 2 പപ്പടം എടുത്തു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഉച്ചയ്ക്കുള്ളതെന്ന് പറയുന്നത് പപ്പടം പൊരിച്ചത്, കോഴിമുട്ട പൊരിച്ചത്, അപ്പോൾ ഇടിച്ചക്ക ഉപ്പേരി, അതേപോലെ ഉടിച്ചക്ക കറി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കുശാലായി അങ്ങനെ കഴിഞ്ഞു പോയിട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ വീഡിയോ ആണ്, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണേ. എന്നാലേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ രാജേട്ടൻ ചോറുണ്ടാണ്. ഇനി രാജേട്ടൻ ചോറിനിട്ട് ഇനി ഇപ്പം തന്നെ ഒരു ഓട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിലപ്പോഴാണ് അവർ വിളിച്ചാലാണ് പോവുള്ളൂ, ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമ്പോഴാണ് വിളിച്ചത്. അപ്പോൾ കൺഫേം ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വെയിലത്ത് തന്നെ പോകണ്ടേ, 2 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയമ്മായി ഇന്ന് കുറച്ച് നേരം പണിയുണ്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയമ്മായി പണിക്കൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് ധോനി ബേബി എണീച്ചു പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ധോനി ബേബിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്, പാത്രങ്ങൾ ഞങ്ങൾ കഴിച്ചതും മുട്ട പൊരിച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് കുറച്ചൊരു ഭാഗം കറി ഒഴിച്ചത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചുണ്ടായിരുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നറിയപ്പോൾ അത് കുറേ പൂച്ചകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇട്ട് കൊടുത്തു. അവരാണെങ്കിൽ ഓരോരുത്തരും ഇങ്ങനെ വരും, വന്ന് നോക്കും ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ ആ പാത്രത്തിൽ. നമ്മൾ ചോറിട്ട് കൊടുക്കണ ആ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കൂ കേട്ടോ. ഞാനങ്ങനെ ഇട്ട് കൊടുക്കാറില്ല, കാരണം നമ്മളധികം വേസ്റ്റ് ആക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി അഥവാ ഇനി എന്തെങ്കിലും കഴിച്ചതിൻ്റെ ചിലപ്പോൾ എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ധോനി ബേബിക്കൊക്കെ ഇങ്ങനെ ചോറ് വെച്ച് കൊടുക്കും. അവൾ കഴിക്കട്ടെ, നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ അവൾ കഴിക്കട്ടെ, അവൾക്കത് ഇതാവട്ടെ എന്ന് പരിചയമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ചോറ്. ചിലപ്പോൾ അവൾ അങ്ങനെ വെക്കും, കുറച്ച് ഒരു നുള്ളു ചോറൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊണ്ടുവന്നിടും കേട്ടോ. പിന്നെ അമ്മായി കൊടുക്കും കേട്ടോ ചോറ്. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. രാജേട്ടൻ അങ്ങനെ ഓട്ടം പോയി. പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു 3-4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് അങ്ങനെ ഇതാ ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ധനി ബേബിക്ക് കുറച്ച് പാലെടുത്ത് വെക്കണതിൻ്റെ കൂട്ടത്തിൽ വൈകിട്ട് ഞാനും എനിക്കൊരു ഗ്ലാസ് ചായയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലെടുത്ത് വെക്കും കേട്ടോ. അപ്പം എനിക്കും കുട്ടിക്കും കുടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആ പാലുകൊണ്ട് ഞാൻ എനിക്കും മോൾക്കുള്ള ചായ വെക്കുകയാണ്. പിന്നെ അവരൊക്കെ കാപ്പി കേട്ടോ കുടിക്കുള്ളൂ. അപ്പോൾ അവർക്കുള്ള കാപ്പിക്കുള്ള വെള്ളപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടോ, ഗ്യാസ് തന്നെ വെച്ചത്. അപ്പോൾ ഇനി അതായിട്ട് ഇനി എല്ലാവർക്കും ഒന്ന് ഓരി വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെ അതാ ചായയൊക്കെ ആയി, ചായ കുടിച്ച്. അപ്പോൾ അതാ അമ്മായി വെള്ളം പിടിക്കുകയാണ് കേട്ടോ. അമ്മായി വെള്ളം പിടിക്കുന്ന സമയത്ത് ധോനി ബേബി അവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ, വെള്ളത്തിൽ കളിക്കാൻ. എല്ലാം വെള്ളം പിടിച്ച് വെച്ചാലൊക്കെ കൈയിട്ട് അവൾ കളിക്കാൻ നിൽക്കും കേട്ടോ. അപ്പോൾ കൂടെ നിൽക്കണം ഒരാൾ. അപ്പോൾ അങ്ങനെ ഇതാ രാവിലെ അലക്കിയിട്ട കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇനി മടക്കി വെക്കട്ടെ കേട്ടോ. പിന്നെ അവൾ ഇങ്ങനെ വന്ന് ഇരുന്ന് അമ്മായി അങ്ങനെ പിന്നെ അങ്ങോട്ട് മുറ്റത്തേക്ക് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് വെള്ളമൊക്കെ പിടിക്കൽ കഴിഞ്ഞിട്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ വന്നിട്ട് ആ പൈപ്പ് ഇങ്ങനെ ഫ്രഷ് വെള്ളം പിടിക്കുന്ന പൈപ്പുണ്ട്, മോട്ടർ ഇടുന്ന സമയത്ത് ടാങ്കിലേക്ക് വെള്ളം കയറ്റുന്ന സമയത്ത്. അപ്പോൾ ആ പൈപ്പിൽ ഇങ്ങനെ വെറുതെ വന്നിട്ട് ഇങ്ങനെ വിരൽ വെച്ച് നോക്കുക കേട്ടോ. കൈയൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ്. ആ പിടിക്കുന്ന സമയത്ത് വെള്ളം അങ്ങനെ നല്ല ഇങ്ങനെ ഒറ്റുക, കാരണം മോട്ടർ ഇട്ട ടൈമാണ്. മോട്ടർ ഇടുന്ന ടൈമിൽ തന്നെ അതിൽ വെള്ളം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു എന്നറിയാം, എന്താ അവൾക്ക് ഇത് അവളിങ്ങനെ വെള്ളം ഇങ്ങനെ വരികയല്ലേ, അത് വിചാരിച്ചിട്ട് ഞാൻ ആ പൈപ്പാണ് പൂട്ടിയതാട്ടോ. അതങ്ങോട്ട് പൊട്ടി, അതിലങ്ങനെ വെള്ള പ്രളയം. പിന്നെ വേഗം പോയി മോട്ടർ ഓഫാക്കി, കാരണം വേറെ വാൾവൊന്നുമില്ല, ഡയറക്റ്റ് വരുന്നതല്ലേ. കാരണം ഫ്രഷ് വെള്ളം പിടിക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് അകത്തേക്കുള്ള വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് പൊട്ടിയിട്ട്, കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഓരോരോ കഷ്ടകാലം വരുന്ന വഴി അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതങ്ങനെ പൊട്ടി കണ്ടോ. അതങ്ങനെ പൊട്ടിയിട്ട് വെള്ളം കിട്ടി ചീറ്റി അങ്ങനെ അടുക്കളയ്ക്കടയൊക്കെ ഫുള്ള്. ധോനി ബേബിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. അവൾ ആ വെള്ളത്തിൽ കളിക്കന്നെ കളിക്കുക കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി മോട്ടറൊക്കെ ഓഫാക്കി. പിന്നെ അവിടുത്തെ വെള്ളവും ചളിയൊക്കെ ഒന്ന് ആദ്യം കുറച്ച് വെള്ളം അടിച്ച് അങ്ങോട്ട് ഒഴിച്ചു കേട്ടാ, ഒഴിച്ചിട്ട് പോണില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഒരു കോട്ടൺ തുണിയൊക്കെ എടുത്ത് കോട്ടൺ തുണിയും കൊണ്ട് അങ്ങനെ ഫുള്ള് തുടച്ച് പിഴിഞ്ഞ് അങ്ങനെ കുറേശ്ശെ വെള്ളം പിഴിഞ്ഞ് ഇങ്ങനെ കളഞ്ഞ് മുറ്റത്തേക്കിട്ടാ. അപ്പോൾ അത് ഫൈബറിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടി. ചിലത് ഇരുമ്പിൻ്റെ ആണെന്നുണ്ടെങ്കിലും തുരുമ്പെടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടു കേട്ടോ. അപ്പോൾ ഇത് പുതിയതാണ്, അധിക ദിവസമൊന്നും ആയിട്ടില്ല, 2-3-4 മാസമായിട്ടല്ലേ ഉള്ളൂ വെച്ചിട്ട്. പക്ഷെ ഞാനത് മുറുകട്ടെ, കുട്ടി ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരികയല്ലേ, അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് മുറുക്കി അടച്ചിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് മുറുക്കി അടച്ചതാണ്. അതൊരൊറ്റ പൊട്ടൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ 8ൻ്റെ പണിയും കിട്ടി. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ഇത് മോട്ടർ ഇടണമെങ്കിൽ ഇനി ഇതിൽ ഒരു ഇത് കൊണ്ടുവന്ന് പൈപ്പ് ഫിറ്റ് ചെയ്യണം, അല്ലാതെ മോട്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഇനി പുറത്തേക്ക് തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയണത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരിക്കൽ കൂടി പറയുകയാണ്, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഓളെന്ന ഓപ്ഷൻ അമർത്തിയിട്ട് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം, മെസ്സേജ് ഇടണം. അപ്പോൾ എന്താന്ന് പറയുന്നറിയോ, എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്കിനി അടുത്ത വീഡിയോ ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന